നാളെ നിങ്ങളും ആരാകും? എക്സ്പയർ ആവും. 65-70 വയസ്സ് കഴിയുമ്പോൾ ആർക്കും വേണ്ടാത്തവരായിട്ട് മാറും. പക്ഷേ അതിൽ വരണം. ഇപ്പോൾ എന്ത് വേണം? ഇൻവെസ്റ്റ് ചെയ്യണം അല്ലേ? ഇതിനു വേണ്ടിയാണ് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ടീച്ചർമാർ എന്ന് പറഞ്ഞത്, സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് താപത്ത് തിന്നാം. പക്ഷേ ഇത് പഠിപ്പിച്ച ടീച്ചർമാർ എന്ത് പറഞ്ഞില്ല? ഏത് തൈ നടണമെന്ന് പഠിപ്പിച്ചു തന്നില്ല. ചതി. അവിടെയും ടീച്ചർമാർ കോപിച്ചു. കാരണം ടീച്ചർക്കും അറിയില്ല ഈ തൈ ഏതാണെന്ന്. പക്ഷേ അവിടെയാണ് ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് ബിൽഡേഴ്സ് എന്ത് ചെയ്തു? ആ തൈ ഏതാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. ആ തൈയെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ കൺവിൻസ് ചെയ്ത് അതിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക എന്നുള്ള ഒരു ദൗത്യമാണ് നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ അതിന് ഇന്ന് ആ തൈയുടെ കൂടെ തന്നെ അല്ലെ, ഇന്ന് പണ്ട് നമ്മുടെ മുത്തച്ഛനും അവരുടെ മുത്തച്ഛനൊക്കെ ജീവിച്ചത് എങ്ങനെയാണ്? കൃഷിയിലൂടെ അല്ലെ? അന്ന് അവർ ജീവിച്ചത് അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് എന്തുകൊണ്ട് കൃഷി ചെയ്യുന്നില്ല? ഇന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ ആരും കൃഷി ചെയ്യാത്തത്? കൃഷിയെ കൃഷിയായിട്ട് കാണരുത്. കൃഷിയെ ഒരു ബിസിനസ് ആയിട്ട് കാണാമെങ്കിൽ നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. കൃഷിയെ ഒരു ബിസിനസ് ആയിട്ട് കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. അപ്പൊ എന്തിനെങ്കിലും വന്നേന്ന് അല്ലെ? നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. കയ്യിൽ 1000 ധനവാൻ, കയ്യിൽ ലക്ഷമുള്ളവൻ പ്രഭു, ലക്ഷപ്രഭു, കയ്യിൽ കോടിയുള്ളവൻ, ഈശ്വരൻ കോടീശ്വരൻ. എങ്കിൽ ഈ ക്ലാസിന്റെ പേരെന്താ? നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. നിങ്ങളെ പൂർവികരെ പോലെ കൃഷിയിലൂടെ എങ്ങനെ സമ്പന്നനാവാം പഠിക്കണ്ടേ? അപ്പൊ ഈ ക്ലാസിന്റെ പേരെന്താ? നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. ചെറിയ ഒരു തുക ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഭൂമി ദേവിയെ സംരക്ഷിച്ചുകൊണ്ട് കൃഷിയെ ഊന്നൽ കൊടുത്തുകൊണ്ട് നമുക്കും സമ്പന്നാവാം. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾക്കും സമ്പന്നാവേണ്ടത്. ഇന്ന് ഈ ഒരു പ്രൊജക്ട് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ, കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞങ്ങൾ തുടങ്ങിയപ്പോൾ അതിലൂടെ ഇന്ന് ഒരുപാട് പേരുടെ ജീവിതത്തിൽ വെളിച്ചം വീശാൻ പറ്റിയെങ്കിൽ പുതിയ ഒരു പ്രൊജക്ടോട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് ബിൽഡേഴ്സ് അഭിമാനപൂർവ്വം സമർപ്പിക്കുകയാണ് ജസ്പേഡിന്റെ ദ ന്യൂ വെഞ്ചർ. യെസ്, എന്തായാലും ഈ ഒരു പുതിയ പ്രൊജക്ട് അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടി വളരെ സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് ബിൽഡേഴ്സ് ചെയർമാൻ മൈ ബ്രദർ മിസ്റ്റർ നിസാർ അബൂബക്കർ. ഏറ്റവും പ്രധാനപ്പെട്ട USP എന്ന് പറയുന്നത് ഒരുപാട് USP ഉണ്ട് നമ്മുടെ കമ്പനിക്ക്. യൂണിക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ USP. എടുത്തു പറയാവുന്ന ഏറ്റവും വലിയ ഒരു USP എന്താ? യെസ്, അതന്നെ, നിങ്ങളാണ്. അതായത് ഇത്രയും ശക്തരായി കൂടെ നിൽക്കുന്ന, പിടിച്ചോണ്ട് വരാൻ പറഞ്ഞാൽ കൊന്നുകൊണ്ട് വരാൻ ചങ്കൂറ്റമുള്ള ഒരു കൂട്ടം ഫയറുള്ള, ഇതിൽ കൂടുതൽ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. അതായത് നിങ്ങളെ കണ്ടുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരും ഞങ്ങളെ തേടിയെത്തുന്നത്. ഇന്നിപ്പോൾ നമ്മൾ നേരത്തെ സ്ക്രീനിൽ ഒരുപാട് അവാർഡുകൾ കണ്ടു. ഞങ്ങൾ രണ്ടുപേരും പഴയ പോലെ ഇവന്റ് മാനേജ്മെന്റ് കാറ്ററിംഗ് നടത്തി ഞങ്ങളുടെ കാര്യങ്ങളായിട്ട് പോകുമായിരുന്നെങ്കിൽ ഇതിൽ ഏത് അവാർഡ് ഞങ്ങൾക്ക് കിട്ടാനാ? ഞങ്ങൾ ആരെങ്കിലും അറിയോ? പിന്നെ നിങ്ങളാകുന്ന ഒരു ശക്തി ഞങ്ങൾ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ KGF ഡയലോഗ് എന്താ? നമ്മുടെ കൂടെ 100 പേരുണ്ടെങ്കിൽ നമുക്കൊരു യുദ്ധം ജയിക്കാം. നമ്മുടെ മുമ്പിൽ 1000 പേരുണ്ടെങ്കിൽ ഈ ലോകം തന്നെ കീഴടക്കാം. യെസ്, ഇത്രയും ശക്തരായിട്ടുള്ള ടീം കൂടി ഉണ്ടെങ്കിൽ ഒരു യുദ്ധമല്ല 1000 യുദ്ധങ്ങൾ ജയിക്കാനുള്ള ശക്തി, അതാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞു കിട്ടുന്നത്. അല്ല, അതുകൊണ്ടാണല്ലോ ഈ പ്രൊജക്ട് 100 കോടി പ്രൊജക്റ്റാണ്. 8 ദിവസം കൊണ്ട് ഞങ്ങൾ വിറ്റ് തീർത്തിരിക്കും. 8 ദിവസം കൊണ്ട് ഈ കേരളത്തിൽ 100 കോടി പ്രൊജക്ട് അനൗൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വിറ്റ് തീർക്കാനുള്ള ചങ്കുറ്റം അത് നിങ്ങൾ തന്നെയാണ്. അപ്പൊ ഞങ്ങളുടെ USP യൂണിക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ ഇത് തന്നെയാണ്. ഇനിയും പലതുണ്ട്. ഞാൻ അതൊന്നും പറഞ്ഞ് നമുക്ക് സമയം കളയാനില്ല. നമുക്ക് സമയം വളരെ കുറച്ചുള്ളൂ. കാരണം ഇന്നിവിടെ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു പ്രൊജക്ട്, ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു പ്രൊജക്ടിന് എത്ര വർഷത്തെ പഴക്കൊണ്ട് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? പഴയ ആൾക്കാർക്ക്, പുതിയ ആൾക്കാർക്ക്. ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു പ്രൊജക്ടിന് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് കുറച്ച് പേർക്ക് ഞാൻ ക്ലൂ തന്നിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ 25 വർഷം പഴക്കമുള്ള ഒരു ചിന്തയാണ് ഇന്ന് നമ്മളിവിടെ സാക്ഷാത്കരിക്കാൻ പോകുന്നത്. അതായത് എനിക്ക് 20 വയസ്സുള്ള സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ 45ാമത്തെ വയസ്സിൽ, അതായത് ആഫ്റ്റർ 25 ഇയേഴ്സ്. അന്ന് നമുക്ക് 20 വയസ്സിൽ എത്രത്തോളം പക്വത ഉണ്ടാവും, എത്രത്തോളം നോളജ് ഉണ്ടാവും, ഒന്നുമില്ല. പക്ഷെ ഒരു ചിന്ത, അത്രേ ഉള്ളൂ. ഈ ലോകം തന്നെ മാറി പറയുന്ന ഒരു ചിന്തകളിലൂടെയാണല്ലോ. അത്തരത്തിൽ അന്ന് തോന്നിയ ഒരു ചിന്തയായിരുന്നു എൻ്റെ 45ാമത്തെ വയസ്സിലേക്ക് ലൈഫിൽ റിട്ടയർ ചെയ്യണം. 45ാമത്തെ വയസ്സിൽ ലൈഫിൽ റിട്ടയർ ചെയ്യണം. അവിടെ അങ്ങോട്ടുള്ള ജീവിതം ഒരു ഫോൺ പോലും ഉപയോഗിക്കാതെ വളരെ ഫ്രീ ആയിട്ട്, സ്വസ്ഥമായിട്ട്, സമാധാനമായിട്ട് ഒരു ഫാം ഹൗസ് സെറ്റ് ചെയ്ത് അതിനകത്ത് എല്ലാം ഉണ്ടാവണം. എല്ലാം ഉണ്ടാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സാധനം പോലും പുറത്തുനിന്ന് വാങ്ങാതെ, പച്ചക്കറി ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും മറ്റേ ചിക്കൻ ആയാലും മട്ടൺ ആയാലും ബീഫ് ആയാലും ഫിഷ് ആയാലും എഗ് ആയാലും മിൽക്ക് ആയാലും കേടായാലും അരി ആണെങ്കിലും എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ തന്നെ കൃഷി ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫാം സെറ്റ് ചെയ്ത് അതിനുള്ളിൽ 45ാമത്തെ വയസ്സിൽ എനിക്ക് റിട്ടയർ ചെയ്ത് ഇവിടെ അങ്ങോട്ട് ജീവിക്കണം എന്നുള്ള ചിന്ത 25 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ഞങ്ങൾ കൂടി സമയത്ത് ഉണ്ടാവുന്നുള്ളത്. അല്ലെങ്കിൽ അന്ന് എനിക്കറിയില്ല ജസ്പേഡ് എന്നൊരു കമ്പനി തുടങ്ങുന്നത്. അന്ന് എനിക്കറിയില്ല ചന്ദ്രൻ കൃഷി കൊണ്ടുവരാൻ പറ്റുന്നത്. അന്ന് എനിക്കറിയില്ല നമ്മൾ ടൂറിസം പ്രൊജക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതൊന്നും അത്ര ഐഡിയ ഇല്ല. അതിന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന പോലുള്ള ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്തായിട്ടില്ല. പക്ഷേ അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മളതായി തീരും. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ അതായി തീർന്നിരിക്കും. കൃത്യമായിട്ട് പറഞ്ഞാൽ എങ്ങനെ 45ാമത്തെ വയസ്സിൽ സംഭവിച്ചു എനിക്ക് ഇപ്പോഴും പിടിയിട്ടില്ല. നമ്മൾ പലപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയാറുണ്ട്. നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം അതിതീവ്രമാണെങ്കിൽ ആ ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാനായി പ്രകൃതി നമുക്ക് വേണ്ടി ഗൂഢാലോചന നടത്തുമെന്നാണ് പൗലോ കൊയ്ലോന്റെ ആൽക്കെമിസ്റ്റ് എന്ന ബുക്കിൽ പറഞ്ഞ ഒരു കോട്ട് കേട്ടിട്ടുണ്ടാവില്ല. അത് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം എന്ന് പറയും. ഇത് എന്തുകൊണ്ട് എൻ്റെ 44ാമത്തെ വയസ്സിലായില്ല, എന്തുകൊണ്ട് 46ാമത്തെ വയസ്സിലായില്ല എനിക്കറിയില്ല. ഇത് എന്ത് മാജിക് ഉള്ളതല്ല. പക്ഷെ കറക്റ്റായിട്ട് സംഭവിച്ചു. 25 വർഷം പഴക്കമുള്ള ഒരു ചിന്തക്ക് ഇന്ന് ജീവൻ നൽകാൻ പോവുകയാണ്. അതും ചെറിയ ജീവനല്ല, ആയിരക്കണക്കിന് ആളുകൾ കൂടെ നിൽക്കുന്ന, അതിന് ഊർജ്ജം പകരാനായി അതിനെ ആ രീതിയിൽ അതിനെ വളർത്തി വലുതാക്കി എൻ്റെ സ്വപ്നങ്ങൾ എന്താണോ അതിനേക്കാൾ എത്രയോ മടങ്ങ് ഉയരത്തിൽ എത്തിക്കാവുന്ന രീതിയിൽ എനിക്ക് ശക്തി പകരുന്ന രീതിയിൽ വലിയൊരു ടീമിനെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ എൻ്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ
നമുക്ക് എല്ലാവർക്കും അറിയാം പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് എം ഡി നേരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പണമൊക്കെ താനേ വന്നോളും. ഇപ്പോൾ നമ്മൾ ഇന്ന് കിട്ടുന്ന പണത്തെക്കുറിച്ച് മറ്റൊന്നല്ല, നമ്മൾ സ്വപ്നം കാണുന്നില്ല, ആഗ്രഹിക്കുന്ന ഒന്നുമില്ല. ഒരു സ്വപ്നം പോവുകയും അത് എന്താണെന്നുണ്ടെങ്കിലും അതിൽ ഒരു ലാഭം നമുക്ക് ഉണ്ടാവും. അത് പ്രത്യേകിച്ച് കണക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല, വന്നോളും. ഇതുപോലെ തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ചെറിയൊരു മെസ്സേജ്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാവണമെന്നുള്ള ചിന്തിക്കുക. ആ വലിയ ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അതും നിങ്ങളൊന്ന് ചിന്തിച്ചുറപ്പിക്കാൻ നിങ്ങൾ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ കം വാട്ട് മേ, എന്ത് തന്നെ സംഭവിച്ചാലും അത് കൃത്യസമയത്ത് സംഭവിച്ചിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സാൻഡൽവുഡ് പ്ലാന്റേഷനും ടൂറിസം പ്ലസ് റിയൽ എസ്റ്റേറ്റ്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൂറിസം പ്രോജക്ട് അല്ലെങ്കിൽ സാൻഡൽവുഡ് കേവ് ഫോറസ്റ്റ് നമുക്ക് പാർക്കാൻ ചന്ദ്രത്തോപ്പുകൾ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഏകദേശം 500 മുതൽ 1000 പേരെ ഒരു ദിവസം അക്കോമഡേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഒരു 4 സ്റ്റാർ കാറ്റഗറി പ്രോപ്പർട്ടിയാണ്. നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും ഉയർന്ന റിട്ടേൺ മന്ത്ലി ആണെങ്കിലും ലോങ് ടൈമിലാണെങ്കിലും അതിന്റെ പ്രോപ്പർട്ടിയുടെ വാല്യൂയുടെ കാര്യത്തിലാണെങ്കിലും നമുക്ക് അത്രയും ഓഫർ കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഒരു ദിവസം 500, 750, 1000 ആളുകൾ ഓരോ ദിവസവും അവിടെ താമസിച്ചും മറ്റ് പ്രോഗ്രാമുകളായിട്ടും കോർപ്പറേറ്റ് ട്രെയിനിങ് പ്രോഗ്രാമുകളായും ഡെസ്റ്റിനേഷൻ വെഡിങ്സായും DJ പാർട്ടികളായും അങ്ങനെ പല പല കാര്യങ്ങളായിട്ട് അവിടെ നമുക്ക് നടക്കുമ്പോൾ അവിടെ നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കണമല്ലോ അല്ലേ? ഈ ഭക്ഷണം കഴിക്കാനുള്ള ഫുഡ് ആർട്ടിക്കിൾസ് എന്തൊക്കെയാണോ, റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണോ, അത് അരി മുതൽ പച്ചക്കറി മുതൽ പഴവർഗ്ഗങ്ങൾ മുതൽ നേരത്തെ പറഞ്ഞ പോലെ ഇറച്ചി, പാലും, മീനും, മുട്ട എന്തൊക്കെ സാധനങ്ങളാണോ അതെല്ലാം നമ്മൾ കൃഷി ചെയ്യുന്നത് നമ്മളുടെ തന്നെ ഓൺ ഫാമിലാണ്. നമ്മൾ ഫാമിൽ കൃഷി ചെയ്യുന്നു. ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്ന നമ്മൾ നേരത്തെ കണ്ട കോൺസെപ്റ്റ്, ആ ഫാമിൽ കൃഷി ചെയ്യുന്നു. ആ പ്രോഡക്റ്റ് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നമുക്ക് ഏറ്റവും നല്ല ഭക്ഷണം വരുന്ന ആളുകൾക്ക് അവരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഭക്ഷണം, അതിനുള്ള എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മൾ തന്നെ സ്വന്തം കൃഷി ചെയ്ത് നമ്മളുടെ തന്നെ എന്ന് വെച്ചാൽ നിങ്ങൾ ഓരോരുത്തരും പാർട്ട്നേഴ്സ് ആയിരിക്കുന്ന ആ ഒരു റിസോർട്ട് പ്രോപ്പർട്ടിയിലേക്ക് അല്ലെങ്കിൽ ഈ റിസോർട്ട് പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ഇന്റഗ്രേറ്റഡ് ഫാമിംഗിന്റെ ഏറ്റവും വലിയ കസ്റ്റമർ. നമുക്ക് അതിൽ നിന്നുണ്ടാകാൻ പോകുന്ന കോടികൾ വരുമാനം ഉണ്ടാക്കാൻ പോകുന്ന എന്തൊരു സാധനം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമല്ലേ ഉപഭോക്താവ്. അത് വാങ്ങുന്ന നമുക്ക് വിൽപ്പന നടത്തണ്ടേ? ഇവിടെ നമുക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്താ? ഓരോ ദിവസവും 500, 750, 1000 ആളുകൾ താമസിക്കുന്ന ഈ ഒരു 4 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന റിസോർട്ടിലേക്ക് വിദേശികളും സ്വദേശികളുമായിട്ടുള്ള പ്രീമിയം അതിഥികൾ വരുന്ന ആ ഒരു പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ ഈ ഭക്ഷണം ഇതെല്ലാം നമ്മളോട് കൊടുക്കും. നമ്മുടെ ഏറ്റവും വലിയ കസ്റ്റമറാണ് നമ്മുടെ ഈ റിസോർട്ട് സാൻഡൽവുഡ് കേവ് ഫോറസ്റ്റ്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന ഇന്റഗ്രേറ്റഡ് ഫാമിംഗിന്റെ കൂടെ തന്നെ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഇവിടെയുള്ള ഒരു സാൻഡൽവുഡ് റിസർച്ച് സെന്റർ. നമുക്കറിയാം ചന്ദനം എന്ന് പറയുന്നത് 25, 30, 40 വർഷം കൊണ്ടൊക്കെ ഹാർവസ്റ്റ് ചെയ്തിരുന്നത് IWST എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് നടത്തിയാണ്. ഇതൊരു സെമി പാരസൈറ്റ് ആണെന്നും 10 മുതൽ 15 വർഷം കൊണ്ട് നമുക്ക് വളർത്തി വലുതാക്കി മുറിച്ച് വിൽപ്പന നടത്തി അതിലൂടെ കോടികൾ സമ്പാദിക്കാമെന്നുള്ള കണ്ടെത്തലുകൾ നടത്തിയത് IWST എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നിലവിൽ നമ്മൾ ഇതുവരെ പേരിട്ടില്ല കേട്ടോ, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പേരിട്ടിട്ടില്ല. പക്ഷേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ 2ാമത്തെ സാൻഡൽവുഡ് റിസർച്ച് സെന്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. IWSTക്ക് ശേഷം നമ്മൾ ഈ ഫാമിന്റെ ഇതോടൊപ്പം തന്നെ സാൻഡൽവുഡ് റിസർച്ച് സെന്റർ കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇന്ന് വളർന്നു വരുന്ന മറ്റൊരു വളരെ സാധ്യതകളുള്ള മറ്റൊരു ഇൻഡസ്ട്രിയാണ് ഫാം ടൂറിസം. കൃഷിയെ സ്നേഹിക്കുന്ന, മണ്ണിനെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ. അവർക്ക് അവിടെ വന്ന് ഈ ഫാമിന്റെ എക്സ്പീരിയൻസ് ചെയ്യാനും അവിടെ വന്ന് താമസിക്കാനും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളെയും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളെയും ഇത്തരത്തിലുള്ള ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അതിനുള്ള ആശയങ്ങൾ പകർന്നു തരാനും ട്രെയിനിങ് തരാനും നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനോട് ചേർന്നുള്ള 10 സെന്റോ 20 സെന്റോ 50 സെന്റോ ഏക്കർ കണക്കിന് ഭൂമിയോ എത്രയായിക്കോട്ടെ അവിടെയും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ചെയ്യുന്ന ട്രെയിനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകുക എന്നുള്ളത് നമ്മുടെ ഒരു കോൺസെപ്റ്റിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ഇതിൽ ആകർഷണീയതയാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മളവിടെ ഫാം ടൂറിസം കൂടെ നമ്മൾ ഇതിന്റെ കൂടെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള നമ്മളവിടെ സാൻഡൽവുഡ് കേവ് ഫോറസ്റ്റിൽ ഉള്ളത് കേവ്സ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ഈ ഒരു ഫാം ടൂറിസത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി എക്കണോമി ആയിട്ടുള്ള രീതിയിലുള്ള കുറച്ച് കോട്ടേജസ് ആണ് ഇവിടെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പല മേഖലകളിൽ നമുക്ക് ഇതിൽ വരുമാനം കിട്ടുന്നത് പല സോഴ്സിലൂടെയാണ്. അപ്പോൾ എല്ലാവരുടെയും സമ്മതപ്രകാരം തന്നെ നമ്മുടെ ഈ പ്രൊജക്ടിന്റെ വീഡിയോ അഭിമാനപൂർവ്വം സമർപ്പിക്കുകയാണ്. ഇൻവെസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ. യെസ്, വീഡിയോ ക്രിയേറ്റഡ് ബൈ CEO ഷാനിദ്. താങ്ക് യു. ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ജസ്പെയിൻ ഫ്രാഗ്രൻസ് LLP എന്ന് പറഞ്ഞ പേരിലാണ് ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. ഈ ഒരു ഫ്രാഗ്രൻസ് LLP എന്ന പേരിൽ ഒരു LLP രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട് ഇത് എല്ലാവരുടെയും പേരിൽ ആധാരം രജിസ്റ്റർ ചെയ്ത് ഈ പേരിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രോസസ്സിംഗ്. ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്, ഫാം ടൂറിസം, സാൻഡൽവുഡ് റിസർച്ച് സെന്റർ, പുൽപ്പള്ളി, വയനാട്. അപ്പോൾ ഇതിൽ 1 വരുന്നത് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ആണ്, 2 ഫാം ടൂറിസം, 3 സാൻഡൽവുഡ് കൾട്ടിവേഷൻ, 4 നഴ്സറി, 5 സാൻഡൽവുഡ് റിസർച്ച് സെന്റർ. ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്. ഇത് വയനാട് പുൽപ്പള്ളിക്ക് അടുത്ത് തന്നെയാണ്. ഒരു 12 ഏക്കറിലാണ് നമ്മൾ ഈ ലാൻഡ് ഇതിനു വേണ്ടി ലാൻഡ് അക്വയർ ചെയ്തിട്ടുള്ളത്. നല്ല ജലസേചന സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള. ഒരു ദിവസങ്ങളിൽ നമുക്ക് എല്ലാവരും അങ്ങോട്ട് ഒരുമിച്ച് പോകേണ്ടതായിട്ടുണ്ട്. ഇത് ഒരു ഈ ഫാമിംഗിന് മാത്രമായിട്ട് നമ്മൾ 7 ഏക്കർ ലാൻഡ്, അതോടൊപ്പം തന്നെ സാൻഡൽവുഡ് റിസർച്ച് സെന്ററിന് 1 ഏക്കർ സ്ഥലം, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഒരു 60ഓളം A-frame കോട്ടേജുകളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇന്റഗ്രേറ്റഡ് ഫാമിംഗിന് മാത്രമായിട്ടാണ് 7 ഏക്കർ സ്ഥലത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൽ നമുക്ക് കിട്ടുന്ന വരുമാനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഈ ഇന്റഗ്രേറ്റഡ് ഫാമിംഗിൽ നിന്നുള്ളതാണ് 1ാമത്തെ വരുമാനം. ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുമ്പോൾ ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയണല്ലോ, അരി മുതൽ അങ്ങോട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അവിടെ തന്നെയാണ് കൃഷി. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത്. ഇതിലെ ഇൻകം ഫ്രം ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ഉള്ളതാണ്. 2ാമത്തേതാണ് ഇതിലുള്ള ഫാം ടൂറിസത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം. നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇവിടെ വന്ന് ഇതിനെക്കുറിച്ച് പഠിക്കാനും ഇത് ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ മറ്റോടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൂടെ ഒരു ഇൻകം ഫ്രം ഫാം ടൂറിസം ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റും ഏറ്റവും വലിയ വരുമാന മാർഗ്ഗങ്ങളിൽ ഒന്നുകൂടിയാണ് ഫാം ടൂറിസം എന്നുള്ളത്. അടുത്തതാണ് ഇൻകം ഫ്രം സാൻഡൽവുഡ് ഹാർവസ്റ്റ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയണ്ടല്ലോ,
അതായത് ചന്ദന കൃഷിയിലൂടെ ഏകദേശം 2000-ഓളം മരങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു 12 ഏക്കറിൽ ഇതിന്റെ മറ്റ് കൃഷികൾക്കിടയിലായിട്ട് നടാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഏകദേശം 2000-ഓളം മരങ്ങൾ നമുക്ക് ഈ ഒരു ഇതിൻ്റെ അകത്തുണ്ടാവും. അത് 10 മുതൽ 15 വർഷത്തിനുള്ളിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടാൻ പോകുന്നത് ഏകദേശം 500 കോടി രൂപയ്ക്ക് മുകളിലുള്ള വരുമാനമാണ് നമുക്ക് ഇതിൽ നിന്ന് മാത്രം ലഭിക്കാൻ പോകുന്നത്. മൂന്നാമത്തെ കാര്യം. ഓക്കെ, നാലാമതായിട്ട് വരുന്ന ഇൻകം ഫ്രം നഴ്സറി. അതായത് ഇവിടെ നമ്മൾ കൃഷി ചെയ്യുന്ന എന്തൊക്കെ സാധനങ്ങളുണ്ടോ, എന്തൊക്കെ ചെടികളുണ്ടോ അതിനൊക്കെ തൈകളുടെ വിൽപ്പന നടത്താൻ പറഞ്ഞാൽ വളരെ വലിയ ഡിമാൻഡുള്ള സാധ്യതകളുള്ള മറ്റൊരു ബിസിനസ് കൂടിയാണ് ഇത് വരുന്നത് ഇതിന്റെ നഴ്സറി എന്ന് പറയുന്നത്. അതും ഇതിന്റെ ഒരു വളരെ വലിയൊരു സോഴ്സ് തന്നെയാണ്. മറ്റൊന്നാണ് ഇൻകം ഫ്രം സാൻഡൽവുഡ് റിസർച്ച് സെന്റർ. നമ്മൾ നേരത്തെ പറഞ്ഞ IWST എന്ന് പറയുന്ന ആ ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് ഒക്കെ നടത്തി ഇതൊരു സെമി പാരസൈറ്റ് ആണെന്നും ഇത് സാധാരണ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് വളർത്തി വലുതാക്കി ഹാർവസ്റ്റ് ചെയ്യുമെന്നൊക്കെ കണ്ടെത്തിയപ്പോൾ ഇനിയും നൂതനമായിട്ടുള്ള പല കണ്ടുപിടുത്തങ്ങളും ഇനിയും വരേണ്ടതായിട്ടുണ്ട്. ഇനിയും ഒരുപക്ഷേ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാനോ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് കാതൽ ഫോം ചെയ്യാനും ഏറ്റവും ക്വാളിറ്റിയുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയ ഒരുപാട് ഉദ്ദേശങ്ങൾ നമുക്ക് ഒരു സാൻഡൽവുഡ് റിസർച്ച് സെന്ററിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കൊണ്ടുവരാനുണ്ട്. അത് മാത്രമല്ല, നമുക്ക് വേണ്ടി മാത്രമല്ല, അത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു റിസർച്ച് സെന്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉദ്ദേശിച്ചത് നമ്മുടെ കമ്പനിക്ക് പുറത്തും കൃഷിയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഈ ചന്ദന കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ സപ്പോർട്ടുകൾ വേണോ അതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും. മറ്റൊന്നാണ് പ്രോപ്പർട്ടി വാല്യൂ അപ്രീസിയേഷൻ. നമുക്കറിയാലോ, നമ്മൾ സാൻഡൽവുഡ് കേവ് ഫോറസ്റ്റ് 6 മാസം മുമ്പ് അനൗൺസ് ചെയ്തപ്പോൾ അന്ന് 5 സെന്റ് സ്ഥലവും 530-570 സ്ക്വയർ ഫീറ്റ് കോട്ടേജും സ്വിമ്മിംഗ് പൂളും വാട്ടർഫോൾസും 16 ചന്ദ്രമരങ്ങൾ അടങ്ങുന്ന ഒരു പ്രോപ്പർട്ടി തന്ന റേറ്റ് എത്രയായിരുന്നു? 45 lakhs ആണ് തന്നിട്ടുണ്ട് അല്ലേ? 45 ലക്ഷം രൂപയ്ക്കാണ് ഒരു കോട്ടേജ് അന്ന് കൊടുത്തത്. 45 ലക്ഷം വില നിശ്ചയിച്ചു, അന്ന് അനൗൺസ് ചെയ്തു. ഇപ്പോൾ അതിന്റെ വില 1 കോടി എത്തിയിട്ടുണ്ട്. സന്തോഷപൂർവ്വം പറയട്ടെ, മാർച്ച് ആകുമ്പോഴേക്കും 1.25 കോടിയായിരിക്കും അതിന്റെ വില. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ളതെല്ലാം വിറ്റ് തീർന്നു. ഇനി പുതിയതായിട്ട് എടുത്തുള്ള സ്ഥലത്ത് പണി തുടങ്ങാൻ പോകുന്നു. അപ്പോൾ അതിന്റെ റേറ്റ് മാർച്ച് ആകുമ്പോഴേക്കും 1.25 കോടിയും ജൂൺ ആകുമ്പോഴേക്കും 1.5 കോടിയിലേക്ക് അതിന്റെ റേറ്റ് എത്തുന്നുണ്ടായിരിക്കും. അത്ര സമയം വിൽക്കാൻ ഉണ്ടാവും എനിക്ക് അറിയില്ല. ഉണ്ടെങ്കിൽ അതിന്റെ റേറ്റ് 1.5 കോടിയായിരിക്കും. പക്ഷെ അത് മാത്രമല്ല, അതിന്റെ പ്രത്യേകത ഈ 45 ലക്ഷം രൂപയ്ക്ക് തറക്കല്ലിൽ ദിവസം തന്നെ ബുക്ക് ചെയ്യുന്നവർക്ക് ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ബൈ വൺ എന്റെ ഷർട്ടാ. സ്റ്റുഡിയോയിൽ പോയിട്ട് ഷർട്ട് മേടിക്കുന്ന പോലെ അല്ലേ? 500 രൂപ ഷർട്ട് മേടിക്കുമ്പോൾ ഷർട്ട് ഫ്രീ എന്ന് പറഞ്ഞ പോലെയാണ് 45 ലക്ഷം രൂപയ്ക്ക് ഒരു കോട്ടേജ് വാങ്ങിയപ്പോൾ ഒരു കോട്ടേജ് ഫ്രീ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ 22.5 ലക്ഷം രൂപയ്ക്കാണ് അന്ന് ഞാൻ ഈ പറഞ്ഞ 1.5 കോടി രൂപ വാല്യൂ ഉള്ള, അല്ലെങ്കിൽ 6 മാസം പിന്നിട്ടപ്പോൾ ഇന്ന് 1 കോടി വരെ എത്തി നിൽക്കുന്ന ആ കോട്ടേജ് അന്ന് 22 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കിയിട്ടുള്ള മഹാന്മാർ, വിദ്വാൻമാർ, ബുദ്ധിമാന്മാർ ഇന്ന് ഈ കൂട്ടത്തിൽ ഇരിക്കുന്നത്. എഴുന്നേറ്റ് നോക്കട്ടെ, ഉണ്ടല്ലോ ഇവിടെ കണ്ടേ? യെസ് ഇവരൊക്കെ കണ്ടു. 45 ലക്ഷം രൂപയ്ക്ക് 2 കോട്ടേജ് വാങ്ങി ഇന്നത് 1.5 കോടി രൂപയ്ക്ക് വിൽക്കാൻ രീതിയിൽ മുതലാളിമാരായിട്ടുള്ള ആൾക്കാർ, അങ്ങനെ തന്നെ നമുക്ക് പറയാം. യെസ്, കൺഗ്രാറ്റ്സ്. ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന വരുമാനങ്ങൾ. ഒന്നുകൂടെ ജസ്റ്റ് ബാക്ക്. ഇത് ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കണക്കുകളുണ്ടോ. ഈ കണക്കുകൾ ഒരു പക്ഷേ കണക്കുകൾ പൊതുവെ ആർക്കും വലിയ താല്പര്യമില്ലാത്ത സബ്ജക്റ്റാണെന്ന് അറിയാം. എന്നാലും നിങ്ങൾക്കൊക്കെ മനസ്സിലാകാവുന്ന രീതിയിൽ വളരെ ലളിതമായ ഭാഷയിലായിരിക്കും ഞാൻ പറയുന്നുണ്ടാവുക. അപ്പോൾ ശ്രദ്ധിച്ചിരുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇൻകം ഫ്രം ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്, ഇൻകം ഫ്രം ഫാം ടൂറിസം, ഇൻകം ഫ്രം സാൻഡൽവുഡ് ഹാർവെസ്റ്റ്, ഇൻകം ഫ്രം നഴ്സറി, ഇൻകം ഫ്രം സാൻഡൽവുഡ് റിസർച്ച് സെന്റർ, പ്രോപ്പർട്ടി വാല്യൂ അപ്രീസിയേഷൻ. ഓക്കെ, ഈ ഒരു പ്രോജക്റ്റിന്റെ കോസ്റ്റ് വരുന്നത് 100 crores ആണ്. 100 കോടി. ഒന്ന് കഴിച്ചല്ലോ, നമ്മൾ 100 കോടിയുള്ള ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്യണം. ഒന്ന് എക്സൈറ്റഡ് ആയിക്കൂടെ? ഈ ഒരു പ്രോജക്റ്റിൽ ഒരു വർഷത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് 36 കോടി രൂപയാണ്. അപ്രോക്സിമേറ്റ് പ്രൊജക്ഷൻ 36 കോടി രൂപ. ഓക്കെ, ഇതിൽ ഇന്റഗ്രേറ്റഡ് ഫാമിംഗിലൂടെ മാത്രം നമുക്ക് ഉണ്ടാകാൻ പ്രതീക്ഷിക്കുന്നത് 20 കോടി രൂപയാണ് ഒരു വർഷത്തെ വരുമാനം. സാൻഡൽവുഡ് റിസർച്ച് സെന്ററിൽ നിന്നും 1 കോടി രൂപ, നഴ്സറിയിൽ നിന്ന് 1 കോടി രൂപ, കോട്ടേജ് വിത്ത് സാൻഡൽവുഡ് പ്ലാന്റേഷൻ ഒരു 14 കോടി രൂപ. ഓക്കെ, ഇതാണ് നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കുന്ന ഒരു വരുമാനം. ഈ 100 കോടി രൂപ എന്ന് പറയുന്നത് ഇത് ഇവിടെ വന്നിരിക്കുന്നവർ എല്ലാവർക്കും അറിയാലോ. ഈ 100 കോടി രൂപ കയ്യിൽ ഇൻവെസ്റ്റ്മെന്റ് വെച്ചുകൊണ്ടുള്ള ആളുകളെ ഒരു ഇൻവെസ്റ്ററായിട്ട് സെലക്ട് ചെയ്യാനല്ല നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. 1 ലക്ഷം രൂപ മുതൽ കയ്യിലുള്ള ഏതൊരാൾക്കും ഈ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം ഒരുക്കിക്കൊണ്ടാണ് നമ്മളെല്ലാവരും കൂടെ അല്ലെങ്കിൽ നിങ്ങളെ കൂടെ ക്ഷണിച്ചിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 100 കോടി രൂപ എന്ന് പറയുന്ന ഷെയറിനെ 1 ലക്ഷം രൂപ വീതം വാല്യൂ ഉള്ള 10,000 ഷെയറുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ 20% കമ്പനിയുടെ കയ്യിലുണ്ട്, ബാക്കി 80% നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, അപ്പോൾ 15 വർഷത്തേക്ക് നമുക്ക് ഇതിലൂടെ കിട്ടുന്ന ഒരു വരുമാനം നമുക്ക് ജസ്റ്റ് നോക്കാം. ഒന്നാമത് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. 10,000 ഷെയർസ് എന്ന് പറയുമ്പോൾ 20,000 പെർ ഇയർ പെർ 1 lakh ഷെയർ. 10,000 × 20,000 എന്ന് പറയുമ്പോൾ 20 കോടി രൂപ. അതായത് ഈ ഒരു ഇന്റഗ്രേറ്റഡ് ഫാമിംഗിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് പ്രതിമാസം 1667 രൂപയാണ് 1 ലക്ഷം രൂപയ്ക്ക് ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരാം. ആവറേജ് 15 കൊല്ലം കൊണ്ട് അത് 3 ലക്ഷം രൂപയായിട്ട് റിട്ടേൺ കിട്ടുന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 1667 അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ വരാം. എങ്കിലും ആവറേജ് കണക്കാണ് ഇതിന് കിട്ടുന്ന ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. 3 ലക്ഷം രൂപ. ദെൻ അതോടൊപ്പം തന്നെ 15 കൊല്ലം ടോട്ടൽ ഇൻകം, അതായത് 60 കോട്ടേജുകളിൽ നിന്ന് ടോട്ടൽ റെന്റൽ ഇൻകം 14 കോടി രൂപയാണ്. 1 ലക്ഷത്തിന് 14 പെർ ഇയർ കൂട്ടുമ്പോൾ ഒരു മാസം 10,000 ഷെയറിന് കിട്ടുന്ന എമൗണ്ട് പെർ ലാക്കിന് 1166 രൂപ. അതായത് 2,10,000 രൂപ ഇതിൽ നിന്നും 15 കൊല്ലം കൊണ്ട് റിട്ടേൺ. ദെൻ മൂന്നാമതാണ് സാൻഡൽവുഡ് ഹാർവെസ്റ്റ്. 2000 മരങ്ങളാണ്. ഇത് ടോട്ടൽ റവന്യൂ വരുന്നത് 500 കോടി രൂപയാണ്. ഇത് 10,000 പേർക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരാൾക്ക് പെർ മന്ത് 2,777 രൂപ വെച്ചിട്ട് 5 ലക്ഷം രൂപയാണ് ഇതിൽ നിന്നും 15 കൊല്ലത്തെ റിട്ടേൺ ആയിട്ട് പറയുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കുള്ള ബെനിഫിറ്റ് ഉണ്ടോ? വെറും 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യെസ്. ദെൻ നഴ്സറി ഇയർലിംഗ് 1 കോടി രൂപയാണ്. അത് ടോട്ടൽ വരുമ്പോൾ 1000 രൂപ വെച്ച് 15 കൊല്ലത്തേക്ക് 15,000 രൂപയാണ് ടോട്ടൽ ഇതിന് കിട്ടുന്ന റവന്യൂ. വലിയ ഇൻകൊല്ലെങ്കിൽ കൂടെ ചെറിയ റവന്യൂ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ദെൻ സാൻഡൽവുഡ് റിസർച്ച് സെന്റർ ഇയർലിംഗ് 1 കോടി രൂപയാണ്. ഇത് 1000 രൂപ വെച്ച് 15 കൊല്ലത്തേക്ക് ഇതിൽ നിന്നും 15,000 രൂപയാണ് ഇതിൽ നിന്നും ഇൻകം വരുന്നത്. ദെൻ പ്രൊജക്ട് വാല്യൂ അപ്രീസിയേഷൻ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വർഷത്തിൽ നമുക്ക് 20% പ്രോപ്പർട്ടിയുടെ വാല്യൂ കൂടുന്നുണ്ടെങ്കിൽ അത് ഫിഗർ ചെറുതായി പോയി എനിക്കറിയാം.
നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ കോട്ടേജിന്റെ ഒരു അപ്രീസിയേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ 100% ഒരു 120% നമുക്ക് 6 മാസം കൊണ്ടുണ്ടായിട്ടുള്ള വർദ്ധനവ്. അത് 45 ലക്ഷം രൂപ വാങ്ങിയ പ്രോപ്പർട്ടി ഇന്ന് 1 കോടിയിൽ എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അറൗണ്ട് 120% ഗ്രോത്ത് നമുക്ക് 6 മാസം കൊണ്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മളൊരു 20% പെർ ആനം, ഒരു വർഷത്തിൽ 20% വളർച്ച നിരക്ക് കണക്കാക്കിയാൽ തന്നെ ഈ ഒരു പ്രോജക്റ്റിന്റെ ഒരു 15 ഇയേഴ്സിൽ വരുന്ന ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് 300 കോടി രൂപയാണ് കണക്കാക്കിയിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് 3 ലക്ഷം രൂപയായിട്ട് അത് മാത്രം മാറിയിട്ടുണ്ടാവും. ഇൻവെസ്റ്റ്മെന്റ് തുക 1 ലക്ഷം 3 ലക്ഷം ആയിട്ട് വർദ്ധിക്കുന്നതാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അങ്ങനെ ടോട്ടൽ 15 കൊല്ലത്തെ ഒരു ഇൻകം എന്ന് പറയുമ്പോൾ ടോട്ടൽ റവന്യൂ കണക്കൂട്ടുമ്പോൾ 13,40,000 രൂപ. 13,40,000 രൂപ എന്താണെന്ന് മനസ്സിലായോ? 1 ലക്ഷം രൂപയുടെ ഒരു ഷെയർ എടുക്കുന്ന ഒരാൾക്ക് 15 വർഷം കൊണ്ട് കിട്ടുന്ന ടോട്ടൽ ഇൻകം ആണ് പ്രൊജക്ട് ചെയ്യുന്നത് 13,40,000 രൂപ. എന്ന് വെച്ചാൽ 1 ലക്ഷം രൂപ 13.5 മടങ്ങ് വളരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയ്ക്ക് ഒരു മാസം ഏവറേജ് റിട്ടേൺ കിട്ടുന്നത് 7,444, അറൗണ്ട് 7,500 രൂപയാണ് നമുക്ക് ഒരു മാസം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഏറ്റവും ലാസ്റ്റ് സാൻഡലോഡ് ഇൻകം അത് അല്ലാതെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് 7 ലക്ഷത്തി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ കിട്ടുന്ന വരുമാനങ്ങളിൽ മാസം കിട്ടുന്ന വരുമാനമുണ്ട്. ഫാമിംഗിലൂടെ കിട്ടുന്നത് മാസം കിട്ടുന്ന വരുമാനമാണ്, ടൂറിസത്തിൽ നിന്ന് കിട്ടുന്നത് മാസം കിട്ടുന്ന വരുമാനമാണ്, നഴ്സറിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇയർലിയാണ്, സാൻഡലോഡ് റിസർച്ച് സെന്ററിൽ നിന്ന് കിട്ടുന്നത് ഇയർലിയാണ്. അതുപോലെ ചന്ദ്രമൻ മുറിച്ചുമ്പോൾ കിട്ടുന്ന പൈസ എന്ന് വെച്ചാൽ അത് ലോങ് 10 മുതൽ 15 വർഷത്തിനുള്ളിലാണ്. അപ്പോൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് കിട്ടുന്നതാണ് 13,40,000 രൂപ. എന്ന് പറഞ്ഞാൽ ഒരു മാസം ഏവറേജ് 7,500 രൂപയോളമാണ് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് പെർ മന്ത് ലോങ് ടൈമിലേക്ക് നോക്കിയാൽ ഇൻകം കിട്ടുന്നത്. അതായത് കഴിഞ്ഞ ഫെബ്രുവരി ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് പാർക്കാൻ ചന്ദ്രത്തോപ്പുകൾ അവർക്ക് ജനുവരിയിൽ വാടക സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഇതേപോലെ തന്നെ ഇവിടെയും ഏകദേശം ആഫ്റ്റർ 6 മന്താണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് പണിക്കനുസരിച്ച് അതിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ 13,40,000 രൂപ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ 2 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് എത്രയായിരിക്കും അതിന്റെ വാല്യൂ? എത്രയായിരിക്കും? യെസ്, ഏകദേശം 26,80,000 രൂപയായിരിക്കും 2 ലാക്സിന്റെ വാല്യൂഷൻ വരുന്നത്. ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആളാണെങ്കിലോ എത്രയായിരിക്കും? 1,34,00,000 രൂപയായിരിക്കും. 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് 1,34,00,000 രൂപയായിരിക്കും ആ ഒരു 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഏകദേശം 13.5 മടങ്ങ് വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും കേട്ടത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കൈയടിച്ചുള്ളത്. യെസ്, അപ്പോൾ എന്തായാലും കാര്യത്തിലേക്ക് കിടക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞത് വെറും 1 ലക്ഷം രൂപ ഈ ഒരു വലിയ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് മാറുമ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 7,444 രൂപയാണ് പെർ മന്ത്. ബാങ്കിൽ ഇട്ടാലോ ബാങ്ക് എത്ര കിട്ടും? 1 ലക്ഷം രൂപയ്ക്ക് 650 രൂപ അല്ലേ? ഓക്കെ, അതിൽ വ്യത്യസ്തമായിക്കൊണ്ടാണ് 7,444. പക്ഷെ ഇന്നും വ്യത്യസ്തത സമ്മാനിച്ചുകൊണ്ടാണ് ജസ്റ്റ് പെയ്ഡ് ഇന്റർനാഷണൽ മുന്നോട്ട് പോകുമ്പോൾ ഇന്നും അന്ന് ഓഫർ എടുക്കാത്ത പലരും ഈ കൂട്ടത്തിലുണ്ട് അല്ലേ? അന്ന് ആലോചിച്ച് നോക്കിയാൽ 22,50,000 രൂപ ഒരു കോട്ടേജ് കിട്ടിയ ബാല അല്ലേ? എത്ര കഴിഞ്ഞ സൂചിച്ച 90 ലക്ഷം റെഡി ക്യാഷ് കൊടുക്കാതെ പറഞ്ഞിട്ട് ഇല്ലെന്ന് പറഞ്ഞു. 90 ലക്ഷം രൂപയ്ക്ക് റെഡി ക്യാഷിന് 22 ലക്ഷം രൂപ എത്ര ലാഭം കിട്ടുന്നു? വേണ്ടത് പറഞ്ഞത് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നില്ല, എനിക്കത് ഞാൻ പൊന്മുട്ടിരുന്ന താറാവിനെ വാങ്ങാറിയുള്ളൂ, ഞാൻ വിൽക്കാറില്ല എന്ന് പറയാം അല്ലേ? അപ്പം എന്തായാലും ഇന്നും നിങ്ങൾ ആരെയും നമ്മൾ വിഷമിപ്പിക്കുന്നില്ല, നിരാശപ്പെടുത്തുന്നില്ല. അപ്പം ഇന്ന് ഈ ഒരു ഷെയർ എടുക്കുന്ന ഒരു വ്യക്തിക്ക് ചെയർമാൻ യെസ്, അപ്പം ഇന്ന് ഒരു ഷെയർ എടുക്കുന്ന വ്യക്തിക്ക് ചെയർമാൻ പറയണത് ഇന്ന് 1 ലക്ഷം രൂപ ഷെയർ എടുക്കുന്ന വ്യക്തിക്ക് ഒരു 1.5 ലക്ഷം രൂപ കൊടുക്കാനാണ് പറയാം. പക്ഷേ ഞാൻ ചെയർമാനെ വാക്കിന് അംഗീകരിക്കുന്നില്ല. ചെയർമാൻ 2 ലക്ഷം രൂപ. ഓക്കെ, അപ്പൊ ഇന്ന് 1 ലക്ഷം രൂപയുടെ ഷെയർ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇന്നത്തെ ഓഫറാണത് 2 ഷെയർ ആയിട്ട് വർദ്ധിക്കും. ക്ലിയർ ആയല്ലോ? ബൈ 1 ഗെറ്റ് 1. അതായത് 7,444 ഇവിടെ സ്ഥലത്ത് എത്ര 14,888. ഓക്കെ, 15,000 രൂപ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 13,40,000 എന്നുള്ളത് ഏകദേശം 26,80,000 രൂപ. എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ? 26,80,000 രൂപ കിട്ടുന്നത് വെറും 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക്. അതിന്ന് ഇന്ന് മാത്രമേ ഉള്ളൂ. നാളെ ചോദിച്ചാൽ നോർമൽ ഇതിന്റെ ഉണ്ടാവും. ഇത് ഇന്ന് ഇവിടെ വന്നിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങൾ തരുന്ന ഞങ്ങളുടെ സന്തോഷം, ഞങ്ങളുടെ സ്നേഹമാണ്. മാത്രമല്ല ചെയർമാൻ പുതിയ ഒന്നുകൂടെ പറയാനുള്ളത്, ഇപ്പോ നമ്മുടെ കൂടെ അസോസിയേറ്റ് പ്രവർത്തിക്കുന്ന നമ്മുടെ ശക്തിയുണ്ട്, നമ്മുടെ ബാക്ക് ബോൺ. ന്യൂ ഇയറിന് ജനുവരി 1-ാം തീയതി വയനാട്ടിൽ വെച്ച് നടക്കുന്ന ന്യൂ ഇയർ സെലിബ്രേഷനിൽ 40 ന്യൂ കാറുകൾ അവിടെ നിന്ന് ഞങ്ങൾ ഗിഫ്റ്റായിട്ട് തരുന്നിട്ട് ആ കാർ വാങ്ങാൻ 1 കോടി രൂപയാണ് സെയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം? ഇന്ന് 1 കോടി രൂപ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റർക്ക് എന്ത് കിട്ടും? ഒരു കാറ് ജനുവരി 1-ാം തീയതി ഗിഫ്റ്റ് ആയിട്ട് അവിടെ നിന്ന് വാങ്ങാം. ഷെയർ ആയിക്കോ, നിങ്ങൾ കുഴപ്പമൊന്നുമില്ല. ആരെ ഹെഡിലാണ് 1 കോടി വരുന്നത് അവർക്ക് ജനുവരി 1-ാം തീയതി നമുക്ക് പാർക്കാം ചന്ദ്രത്തോപ്പിൽ ന്യൂ ഇയർ സെലിബ്രേഷൻ നടക്കുമ്പോൾ അവിടെ വെച്ച് 40 കാറുകളാണ് കമ്പനി അന്ന് അവിടെ വെച്ച് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അതിന്റെയും ഒരു ഓർഡർ ആയിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ 12 ഏക്കർ വരുന്ന ഈ 100 കോടി വാല്യൂ ഉള്ള 15 വർഷത്തിനുള്ളിൽ 300 കോടി വാല്യുവേഷൻ മിനിമം വരാൻ സാധ്യതയുള്ള ഈ ഒരു പ്രോജക്ടിന്റെ പാർട്ട്നേഴ്സ് ആണ്. വെറും പാർട്ട്നേഴ്സ് അല്ല, നിങ്ങൾ ലീഗലി പാർട്ട്നേഴ്സ് ആണ്. ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിലും അതിന്റെ ഓണേഴ്സ് ആണ്. നിങ്ങളുടെ പ്രോപ്പർട്ടിയാണ്. നിങ്ങൾ 1 ലക്ഷം രൂപ ഷെയർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡോക്യുമെന്റിൽ പാർട്ട്ണർ ആയി നിങ്ങളുടെ പേരും രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. യെസ്. അപ്പൊ ചോദ്യം, 2026 നമ്മൾ വരവേൽക്കാൻ വേണ്ടി പോകുമ്പോൾ എന്നും ജോലി എടുത്ത് ജീവിക്കാതെ അല്ലെ, നമ്മുടെ പണത്തെ കൊണ്ട് പണിയെടുപ്പിച്ച് സമ്പന്നാകണം. തീരുമാനം നിങ്ങളുടേതാണ് അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞു, എന്നും നമ്മൾ അധ്വാനിച്ച് പണം ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. ആരോഗ്യമുള്ള സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടാൽ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു തുകയെ കൊണ്ട് പണിയെടുപ്പിച്ച് നമുക്കും നാളെ മറ്റൊരാളുടെ
മുമ്പിൽ കൈ നീട്ടാതെ ജീവിക്കാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി തന്നെ ഈ ഒരു സുന്ദരമായ മുഹൂർത്തത്തിലേക്ക് ആ ഓഫറുകൾക്ക് വാങ്ങിക്കൊണ്ട് ഇവിടെ വന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി ആ എമൗണ്ട് തരാൻ വേണ്ടിയിട്ട് ഈ വേദിയിലേക്ക് അവരെ ഇൻവൈറ്റ്